എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. ഇങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ദേവമംഗലത്ത് ഒരു കൈനോട്ടക്കാരി വന്നിട്ട് ഗോമതിയുടെ ആ കാര്യങ്ങളൊക്കെ പറയാണ്. ഗുരുവായൂർ പോയി ഭജന ഇരുന്നിട്ടുണ്ടെങ്കിൽ മകന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കുമെന്ന്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പം ബാലനൊരു തീരുമാനം എടുത്തു. ഭജന ഇരുന്നിട്ട് ഇനിയിപ്പോൾ അവന്റെ കല്യാണം നടക്കുമെങ്കിൽ, ആനന്ദിന്റെ കല്യാണം നടക്കുമെങ്കിൽ അങ്ങനെ ഭജനം പോയിരിക്കട്ടെ. പക്ഷേ ഭജന ഇരിക്കാനായിട്ട് മീനാക്ഷിയെയും അതോടൊപ്പം തന്നെ ആര്യനെയും കൂട്ടിക്കൊണ്ടാണ് ഗോമതി പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാഴ്ച പോയി ഭജന എഴുന്നിട്ടുണ്ടെങ്കിൽ വിവാഹം നടക്കുന്നത് നല്ല കാര്യമല്ലേ. ബാലൻ നോക്കിയപ്പോൾ അത് മാത്രമായിരുന്നില്ല ഒരു കാരണം. കാരണം 2-3 ദിവസത്തോളം മിത്രയുടെ കല്യാണം നടക്കും. അങ്ങനെ കല്യാണം നടക്കുന്ന സമയത്ത് ബന്ധുക്കാരൊക്കെ അങ്ങോട്ട് വരും. ദേവമംഗലത്തെ മാത്രം കല്യാണം വിളിച്ചിട്ടില്ല. അപ്പോൾ ഒരു പക്ഷെ അത് ഗോമതിക്ക് വല്ലാത്ത സങ്കടമാവും. അങ്ങനെ വന്നാൽ അതിനേക്കാളും ഭേദം ആ കുറച്ച് ദിവസങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത്. ബാലൻ അത് മാത്രമാണ് മനസ്സിൽ കരുതിയിരുന്നത്. പക്ഷെ ഗോമതിയുടെ മനസ്സിന്റെ വിഷമം എത്രമാത്രമെന്ന് ബാലന് ഊഹിക്കാൻ കഴിയുന്നായിരുന്നു. മീനാക്ഷിക്കും അത് മനസ്സിലായി. അമ്മ ഇവിടെ ഇല്ലായിരിക്കുന്ന ഈ സമയത്ത് നല്ലത്. അമ്മയുണ്ടെങ്കിൽ ബന്ധുക്കാരൊക്കെ വരുമ്പോൾ ചോദിക്കും, വരുന്നവർക്ക് ഇങ്ങോട്ട് വന്ന് ചോദിക്കും നിങ്ങളെ കല്യാണം വിളിച്ചില്ല എന്നൊക്കെ. അതും അമ്മയ്ക്ക് വല്ലാത്ത വിഷമം. കാരണം തൊട്ടടുത്തടുത്തിരിക്കുന്ന വീടുകളാ. അപ്പൊ ഇത്ര അടുത്തിരുന്നിട്ട് പോലും വിളിച്ചില്ല എന്നൊരു രീതികളൊക്കെ വരുമല്ലോ. അങ്ങനെ ഗോമതിയൊക്കെ പോകാനായിട്ട് തീരുമാനിച്ചു. ഈ സമയം മിത്ര വല്ലാത്ത സങ്കടത്തിലായിരുന്നു. മുറ്റത്ത് പന്തലൊക്കെ ഉയർന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ സ്വർണം എടുക്കാനായിട്ട് പോവാണ്. അപ്പം വ്യാഴാഴ്ച നല്ല ദിവസമാണ്, അന്ന് പോയി സ്വർണം എടുക്കുന്നല്ല എന്ന് പറഞ്ഞിട്ട് മിത്രേനെ കൂട്ടിക്കൊണ്ട് സ്വർണം എടുക്കാൻ പോവാ. പക്ഷെ ജൂവലറി ചെന്നിട്ടും മിത്രയ്ക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം ഇനിയിപ്പോൾ 2 ദിവസത്തെ തന്റെ കല്യാണമാണ്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്യണേ കല്യാണത്തിന് മുമ്പ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഈ സമയത്ത് മിത്ര ഒരു കാര്യം തീരുമാനിച്ചു. മിഥുനെ എത്രയും പെട്ടെന്ന് കാണണം. മിഥുനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. എങ്ങനെയെങ്കിലും തനിക്ക് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. അങ്ങനെ സ്വർണം എടുക്കുന്ന സമയത്ത് വിവേകും ആതിരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വിവേകിനെ കണ്ടിട്ട് മിത്ര അധികം മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. കാരണം മിത്രയുടെ മനസ്സ് മുഴുവൻ മിഥുനായിരുന്നു. താൻ അവനെ വഞ്ചിക്കുമായിരുന്നല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ സ്വർണ്ണമൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോരാൻ നേരം മിത്ര പറഞ്ഞു, അതെ എനിക്ക് എന്റെ 1-2 ഫ്രണ്ട്സിനെ കാണാനുണ്ട്, അവരെ കല്യാണം വിളിക്കാനുണ്ട്, അതിനുശേഷം ഞാൻ വന്നേക്കാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അനന്ത പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അലോകിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറയാം. അത് വേണ്ട, അലോകേട്ടൻ നല്ല തിരക്കുള്ള സമയമല്ലേ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാച്ചാന്ന് പറയാം. അങ്ങനെ മിത്ര തന്റെ ഫ്രണ്ടിനെ കാണാനെന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് നേരെ മിഥുനെ വിളിക്കുകയാണ്. മിഥുനെ വിളിച്ചിട്ട് മിഥുനെ കാണാമെന്ന് പറയാം. കേക്ക റോഡിലേക്ക് അങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ അങ്ങോട്ട് വന്നു. അവിടെ ഇപ്പം മിഥുനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. എല്ലാം കേട്ട് ഞാൻ മിഥുൻ പറഞ്ഞു, എനിക്കറിയാം നീ മനഃപൂർവ്വം എന്നെ വഞ്ചിക്കുമായിരുന്നില്ലേ ചെയ്തേന്ന് ചോദിക്കും. മിഥുനെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അതുകൊണ്ടല്ല, അച്ഛൻ ഇത്രയും പെട്ടെന്ന് വിവാഹം ഉറപ്പിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമില്ല. എനിക്ക് പഠിക്കണമെന്നും പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച, പക്ഷെ അച്ഛനത് സമ്മതിച്ചില്ല. അമേരിക്കയിൽ കൊണ്ടുപോയി വിവേക് പഠിപ്പിച്ചോളും പോലും. ഓഹോ, അപ്പൊ നീ അങ്ങ് സെറ്റായി. അപ്പൊ എന്റെ കാര്യം ഗോവിന്ദല്ലെന്ന് ചോദിക്കാം. മിഥുനെ ഞാൻ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു മിഥുന് തോന്നുന്നുണ്ടോ? പിന്നെ എന്ത് ചെയ്യാനാ? ഇനി ഇപ്പൊ ഒന്നും ചേർത്ത് കാര്യമുണ്ടെന്ന് തോന്നില്ല മിത്രേ. കാരണം ഇനിയിപ്പൊ നിന്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ എനിക്കൊരു ജോലിയില്ല, കൂലിയില്ല. നമ്മള് എങ്ങോട്ടെങ്കിലും പോയാൽ പോലും ജീവിക്കാൻ എന്ത് ചെയ്യുന്നു ചോദിക്കാം. മിത്ര പറഞ്ഞു, അതോർത്തൊന്നും വിഷമിക്കണ്ട. എങ്ങനെയെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് ചാടി പുറപ്പെടാൻ നോക്കട്ടെ. പക്ഷെ എനിക്ക് ഇച്ചിരി സാവകാശം വേണമെന്ന് പറയണം. സാവകാശം എന്താ, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെന്ന് ചോദിക്കും. ഒരു കാര്യം ചെയ്യുക, മിഥുൻ എന്തേലും ഒരു വഴി ഉണ്ടാക്കുക, അങ്ങോട്ട് വാ, എന്നെ എങ്ങനെയായാലും അവിടുന്ന് കോട്ടിക്കൊണ്ട് പോകാൻ പറയുകയാണ്. കാരണം മിത്രയ്ക്ക് അങ്ങനെ പറഞ്ഞെങ്കിലും മിത്രയുടെ ചങ്കിനകത്തൊരു ഇടിപ്പുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു പക്ഷെ തന്റെ അപ്പച്ചി പോയതിന്റെ പേരിൽ ഇപ്പോഴും ആ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല. പക്ഷെ മിഥുനെ തനിക്ക് കൈവിട്ട് കളയാൻ പറ്റില്ല. താനില്ലെങ്കിൽ അവൻ ചത്ത് കളയുമെന്നാ പറയണേ. അതൊക്കെ ഓർത്തപ്പം മിത്ര പറഞ്ഞു, നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരാം, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറയണം. അപ്പം മിഥുൻ പറഞ്ഞു, നന്നായൊരു കാര്യം ചെയ്യാം, കല്യാണത്തിന്റെ തലേ ദിവസം നീ എൻ്റെ കൂടെ ഇറങ്ങി വരണമെന്ന് പറയാം. ഇത് കേട്ടതും മിത്രയ്ക്ക് സന്തോഷമായി, സമാധാനമായി. മിത്ര പറഞ്ഞു, ഞാൻ വരാമെന്നും പറഞ്ഞ് മിത്ര പോരുവാണ്. പക്ഷെ അങ്ങനെ വീട്ടിലേക്ക് വന്നാലും മിത്രയുടെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഹൽദി ദിവസമാണ്. ഹൽദി ദിവസം ആയപ്പോഴത്തേനും മിത്ര നല്ല സെറ്റായിട്ട് ഒരുങ്ങുകയൊക്കെ ചെയ്യാം. മിത്രയുടെ മുഖത്തൊരു സങ്കടഭാവം കണ്ടപ്പം നന്ദിത വന്ന് ചോദിച്ചു, എന്താ മോളെ നിന്റെ മുഖത്ത് എന്താ സന്തോഷമില്ലായിരിക്കുന്നേ? ഇതേ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതെന്ത് പറ്റിയെന്നൊക്കെ ഓർത്തിട്ട്. കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട് മിത്രമോളുടെ മുഖത്ത് തന്നെ ഒരു സന്തോഷമില്ലാത്തതെന്ന്. ഒന്ന് ചിരിക്കുമെങ്കിലും ചെയ്യും മോളെ, നാളെ വിവാഹം ഇല്ലേന്ന് ചോദിക്കും. ഇതേ അമ്മേ, കൂടുതൽ എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കട്ടെ, ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്കിപ്പോൾ വിവാഹം വേണ്ടെന്ന്. എടി നാളെ വിവാഹമാ, കല്യാണത്തിന് തലേദിവസമാണ് നിങ്ങൾ അലറി വിളിച്ചോണ്ടിരിക്കുന്നത്. അച്ഛന്റെ സ്വഭാവം അറിയാലോ, അതുകൊണ്ട് മിണ്ടായിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറയാം. മിത്ര പിന്നെ കൂടുതലൊന്നും മിണ്ടാൻ പോയില്ല. ഇനി ഇപ്പൊ താൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നീട് മിത്ര മുറിയിൽ പോയി ഇരിക്കുകയാണ്. ഈ സമയത്ത് മിത്രയുടെ കൂട്ടുകാരികളൊക്കെ വരുന്നുണ്ട്. അവരോരോ കളിതമാശകളൊക്കെ പറയുന്നുണ്ടെങ്കിലും മിത്രയുടെ മനസ്സ് അവിടെയൊന്നുമല്ല. മിഥുനും വരുമായിരിക്കും ഇന്ന് മിഥുൻ വന്നിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഇവിടുന്ന് എങ്ങോട്ടേലും പോകണം, എവിടെയെങ്കിലും പോയി താലി കെട്ടണം. ആ ഒരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മിത്ര ഇരിക്കുക.
അപ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ട് കയറി വരുന്നത്. മുത്തശ്ശി വന്നപ്പോഴും മിത്ര ഓടിച്ചത് മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. എന്താ മോളെ, എന്താന്ന് ചോദിക്കുക. ഒന്നുമില്ല, എനിക്ക് മുത്തശ്ശിയുടെ അനുഗ്രഹം വേണമെന്ന് പറയാ എന്ന് പറഞ്ഞ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുക. ആഹാ, ഇതൊക്കെ നാളെ മതി, നാളെ കല്യാണത്തിന് സമയത്ത് തന്നാ മതിയല്ലോ, ദക്ഷിണ കൊടുക്കണ സമയത്ത്. അതല്ല മുത്തശ്ശി, എനിക്കെന്തോ മുത്തശ്ശിയുടെ അനുഗ്രഹം വേണമെന്ന് തോന്നി, അതുകൊണ്ടാന്ന് പറയാ. അതൊന്നും ഓർത്തതേ, മോള് വിഷമിക്കേണ്ട കേട്ടോ, മോള് ധൈര്യമായിട്ടിരിക്കുക. ഞാൻ മോൾക്കൊരു ഉണ്ണിക്കണ്ണനെ തന്നിട്ടില്ലേ, ആ ഉണ്ണിക്കണ്ണോട് പ്രാർത്ഥിച്ചാൽ മതി. ഇത് ഗുരുവായൂരപ്പം മോളെ കാത്തോളും, മോള് ധൈര്യമായിട്ടിരിക്കാൻ പറയാ. അതൊക്കെ എനിക്കറിയാം മുത്തശ്ശി, മുത്തശ്ശിയുടെ പ്രാർത്ഥന എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവില്ലെന്ന് ചോദിക്കും. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ, അത് ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് പറയാ. പിന്നീട് മുത്തശ്ശി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ഗോമതിയും മീനാക്ഷി ആര്യനും കൂടെ നേരെ ഗുരുവായൂർക്ക് പോവാണ് ഭജന ഇരിക്കാനായിട്ട്. അപ്പൊ ബാലിന് വല്ലാത്ത സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. 2-3 ദിവസം ഗോമതി ഇല്ലാതിരിക്കാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ ആനന്ദിന്റെ വിവാഹത്തിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പോയിട്ട് വരട്ടെ എന്ന രീതിയായിരുന്നു. അങ്ങനെ അവര് പോവാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ബാലൻ നിങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു, എവിടെ എത്തി എന്താന്നൊക്കെ, കാരണം അവിടെ ചെന്ന് റൂമൊക്കെ കിട്ടണമല്ലോ. അങ്ങനെ അവിടെ പോയി ആരെയും റൂമൊക്കെ എടുക്കുവാണ്. അങ്ങനെ അവർ സ്റ്റേ ചെയ്തിട്ട് പിന്നീട് ഭജന ഇരിക്കാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോവാ. ക്ഷേത്രത്തിലേക്ക് പോയപ്പം സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. ഇത്രയും വലിയൊരു ചടങ്ങ് അവിടെ നടക്കുന്ന സമയത്ത് തന്നെ ഒന്നും വിളിച്ചിട്ടും കൂടിയില്ല. തന്റെ മനസ്സിൽ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഒന്നും നടക്കില്ലല്ലോ ഭഗവാനെ. അവിടുത്തെ കല്യാണം നടക്കുന്നതിന് മുമ്പ് വീട്ടിൽ മംഗളാർമ്മ നടക്കണം, ആനന്ദിന് വിവാഹം നടക്കണം, ആ ഒരു ചിന്തയൊക്കെ ആയിരുന്നു ഗോമതിയുടെ ഉള്ളിലുണ്ടായിരുന്നേ. ഈ സമയത്തോ വൈകുന്നേരം ആയപ്പോഴത്തേനും മിത്രയ്ക്ക് ചങ്ക് പടപട ഇടിക്കാൻ തുടങ്ങി. മിഥുൻ വരും, നാളെ വിവാഹമാണ്. അപ്പൊ എല്ലാവരും ഓടിപ്പാഞ്ഞിടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷെ മിത്രയ്ക്ക് ഇതിനകത്തൊന്നും ഒരു താല്പര്യമില്ല. ഈ സമയത്ത് അലോകും ഇടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്തായി ഇങ്ങനെ നിന്റെ മുഖം എന്താ കടന്നൽ കുത്തിപോലെ ഇരിക്കണമെന്നൊക്കെ ചോദിക്കുക. പക്ഷെ എല്ലാവരുടെ മുന്നിൽ മിത്ര ചെറുതായിട്ടൊന്ന് ചിരിച്ചെന്നൊക്കെ വരുത്തി നടക്കുവാണ്. ആർക്കും ഒരു സംശയത്തിന് ഇടവരുത്താതെ മിത്ര നടക്കുന്നത്. അങ്ങനെ വൈകുന്നേരം ഹൽദി ചടങ്ങിന് സമയമായി. അങ്ങനെ കൃഷ്ണമംഗലം ഭയങ്കരമായിട്ട് അലങ്കരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഇപ്പറയാണെങ്കിലോ ബാലിനൊരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം താനിപ്പാടെ വേണ്ടതാ, ആ കല്യാണ ഉത്സവം പോലെ നടക്കുന്ന സമയത്ത് തന്റെ ഗോമതി അവിടെ ഉണ്ടാവേണ്ടതാ. താൻ കാരണമാണല്ലോ അവൾക്ക് ഇങ്ങനെ ഒരു യോഗം ഇല്ലാതെ പോയല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ബാലിന് ഈ സങ്കടം കണ്ടുകൊണ്ട് ആകാശം അങ്ങോട്ട് വരുന്നേ. ആകാശം വന്നിട്ട് പറഞ്ഞു, എന്താച്ചാ അച്ഛൻ എന്താ വിഷമിച്ചിരിക്കുന്ന, അമ്മ പോയതിന്റെ ആണെന്ന് നിൽക്കും. ഒന്നുമില്ല, അതോ ഇനി അപ്പുറത്തെ കല്യാണം നടക്കുന്നതിന്റെ ആണെന്ന് നിൽക്കും. ഒന്നുമില്ലാണ് മോനെ, വേറെ ഒന്നുമില്ലാന്ന് പറയാം. എനിക്കറിയാം ആനന്ദേട്ടന്റെ വിവാഹം കഴിയാത്തോണ്ടല്ലേ. അച്ഛനോർത്ത് വിഷമിക്കണ്ട, ആനന്ദേട്ടന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുന്നേ. പിന്നെ അപ്പുറത്ത് വീട്ടിൽ മംഗളകർമ്മം നടന്നോട്ടെ, കല്യാണം നടന്നോട്ടെ, നമുക്കിപ്പോ എന്താ കുഴപ്പം. ഒരു കണക്കിന് അവര് വിളിക്കാത്ത നന്നായി, നമ്മളെന്താ നാണം കിട്ടാൻ അങ്ങോട്ട് പോണേന്ന് ചോദിക്കാം. ഈ സമയം ബാലൻ പറഞ്ഞു, അവര് കല്യാണം വിളിക്കാത്തതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം. എനിക്കെന്താ കുഴപ്പമിരിക്കുന്നത്, എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയാണ്. ഈ സമയം കൃഷ്ണമംഗലത്തെ എല്ലാ കാര്യത്തിലും ഓടി നടക്കാണ്ട് ധർമ്മനും ചെന്നിട്ടുണ്ടായിരുന്നു. അതായത് ചേട്ടന്റെ മോന്റെ കല്യാണങ്ങളല്ലേ, അപ്പൊ അതുകൊണ്ട് ഗംഭീരമായിട്ട് നടക്കാൻ തന്നെ ധർമ്മന്റെ ഭാഗത്തുനിന്നായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഈ സമയം ഇതിനങ്ങോട്ട് വന്ന് കല്യാണ വീടല്ലേ, അങ്ങനെ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കത്തില്ല, ആരൊക്കെ വരുന്നുണ്ട് ആരൊക്കെ വരുന്നില്ല ശ്രദ്ധിക്കത്തില്ല. അപ്പം ഹൽദി ചടങ്ങ് ഒക്കെ ഗംഭീരമായിട്ട് നടക്കുവാണ്. അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം മിത്ര തീരുമാനിച്ചു, മിഥുൻ വരുമ്പോഴത്തേനും എല്ലാം പാക്ക് ചെയ്ത് വെക്കണം. അധികം ബാഗും കാര്യങ്ങളുമായിട്ടൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ അവളൊരു കാര്യം എടുത്തു, മുത്തശ്ശി കൊടുത്ത ആ കൃഷ്ണന്റെ ഉണ്ണിക്കണ്ണന്റെ അത് കയ്യിലുണ്ടെങ്കിൽ പേടിക്കണ്ട, നല്ല ധൈര്യം കിട്ടുമെന്ന് പറഞ്ഞ് അതെടുത്ത് കൈ പിടിക്കുകയാണെങ്കിൽ തനിക്ക് നല്ല ധൈര്യം കിട്ടും. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു മിത്രയുടെ ഉള്ളിലുണ്ടായിരുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്, മിത്രയാണ് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തന്നെ തീരുമാനിച്ചു. ഈ സമയം മിഥുൻ വിളിച്ചിട്ട് ചോദിച്ചു, നീ എവിടെയാന്ന് ചോദിക്കുക. ഞാൻ മുറിയിലാന്ന് പറയണം, നീ ഇങ്ങോട്ട് കയറി വരാൻ പറയാ. അങ്ങനെ മിഥുൻ അങ്ങോട്ട് കയറി വരുവാണ്. മിഥുനെ കണ്ട് പെട്ടെന്ന് ആ തിരക്കിനിടയ്ക്ക് ആരും അങ്ങനെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ മിഥുനെ കൊണ്ട് മിത്ര അവിടുന്ന് കടക്കാണ്ട് ശ്രമിക്കുക. അപ്പൊ രാത്രി കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് ആരും അങ്ങനെ ശ്രദ്ധിക്കത്തില്ലോ. അങ്ങനെ അവളെ കൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ അവളെ കൊണ്ട് പുറത്ത് പോയി കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണമംഗലത്തുള്ളവർ ആ സത്യം അറിയുന്നത്, മിത്ര ഇവിടെ ഇല്ലെന്നുള്ള സത്യം. ഇതറിഞ്ഞതും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോവാണ്. കാരണം രാത്രിയിലാണ് മിത്രനെ കൊണ്ടുപോയത്. നേരം നോക്കിയപ്പോഴത്തേക്കും മിത്ര മുറിയിലില്ല. ഇത് കേട്ട് നെഞ്ചിത്തടിച്ച് നിലവിളിക്കുവാണ് നന്ദിതയൊക്കെ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം കൃത്യസമയത്ത് തന്നെ അവള് പണി തന്നിട്ട് കടന്നു പോയിരിക്കുന്നു. അങ്ങനെ കൃഷ്ണമംഗലം ഒരു കല്യാണ വീട്, ഒരു മരണ വീട് പോലെ ആയിപ്പോയി. അനന്തൻ എല്ലാത്തരത്തേക്കും വിളിച്ച് മെസ്സേജൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എവിടെ കണ്ടു കിട്ടാനാ. മിഥുൻ ആ സമയത്ത് തന്നെ അവളെയും കൊണ്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നു. അവളും ഇത്രയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഗുരുവായൂർ പോയി ക്ഷേത്രത്തിൽ പോയി തന്റെ വിവാഹം നടത്തണം, ഒരു താലി കെട്ടിയെങ്കിലും മതി. മിഥുനോട് പറഞ്ഞു, എവിടെയെങ്കിലും പോയി എന്റെ കഴുത്തിൽ ഒരു താലി ചേർത്ത്, അതേ സമയം നമുക്കിങ്ങനെ നടക്കാനായിട്ട് പറ്റില്ലെന്ന് പറയണം. മിഥുൻ പറഞ്ഞു, നീ ടെൻഷൻ അടിച്ചിരിക്കാതിരിക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാന്നൊക്കെ പറയാം. ഈ സമയത്താണെങ്കിലോ അങ്ങനെ ഗുരുവായൂരപ്പന്റെ മുന്നിൽ കണ്ണീരോടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഗോമതി. അതെ ഭഗവാനെ, നിനക്കറിയാലോ എന്റെ വിഷമങ്ങളും വേദനകളും എത്രമാത്രമാണ്.
എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെ കല്യാണം നടക്കുക. അതിനു മുമ്പ് എൻ്റെ മോൻ്റെ കല്യാണം നടക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേങ്കിൽ ഒന്നും നടന്നില്ല ഭഗവാനെ. നീയായിട്ട് എനിക്കൊരു വഴി കാണിച്ചു തരണം. നിന്നോടല്ലാതെ എനിക്ക് വേറെ ആരോടും പറയാനില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷി അരികിലുണ്ട്. മീനാക്ഷി ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഭഗവാൻ കൃഷ്ണന്റെ രൂപത്തിൽ ഒരാളങ്ങോട്ട് വരുവാണ്. അപ്പം എല്ലാം നമ്മൾ ഇതിനു മുമ്പ് ഒരു നന്ദന സിനിമയ്ക്കകത്ത് കണ്ടില്ലേ, മറ്റേ അരവിന്ദ് വരുന്ന പോലെ നവ്യയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു പറഞ്ഞ പോലെ എന്ന് പറഞ്ഞവർക്ക് ഇങ്ങനെ ഗോവിന്ദയുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്ന കുറച്ച് രംഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു പക്ഷെങ്കില് ഗോമതിയെ ആശ്വസിപ്പിക്കാണെന്ന് അറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാ, ഗോമതിയുടെ പ്രാർത്ഥന ഗുരുവായൂരപ്പൻ കേട്ടു. ഉറപ്പായിട്ടും മിത്ര ഇനി അങ്ങോട്ട് എത്തിപ്പെടും. പക്ഷെ മിഥുൻ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്യും. മിത്രയുടെ കഴുത്തിൽ മിക്കവാറും താലി ചാർത്താൻ പോകുന്ന ഇനിയിപ്പോ ആര്യനായിരിക്കും. ആര്യനും മിത്രനും തമ്മിലാണല്ലോ നല്ല ജോഡികൾ. അവർ തമ്മിലാണ് ആജന്മ ശത്രുക്കളും. എങ്കിലും മിത്ര എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുന്ന സമയത്ത് ഒരു ജീവിതം കൊടുക്കാൻ തയ്യാറാണെന്ന് മിക്കവാറും ആര്യനായിരിക്കും. ഗോമതി അതിന് സമ്മതിക്കുകയും ചെയ്യിക്കും. അതിന്റെ വിശേഷങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പൊ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും എന്തൊക്കെ സംഭവിക്കുന്നുള്ള. ഒരു കാര്യം ഉറപ്പാ, കൈനോട്ടക്കാരി പറഞ്ഞ പോലെ തന്നെ ദേവമംഗലത്ത് ഉടനെ ഒരു വിവാഹം നടക്കും. അത് പക്ഷെ ആനന്ദിന്റെ ആയിരിക്കില്ല, ആര്യന്റെ മിത്രയുടെ ആയിരിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.